സീത ഞാനും അല്ല, അത് അതിൻ്റെ ഒരു അത്തരമൊരു ആവശ്യമുണ്ട് എന്നുള്ളത് ഈ അന്വേഷണത്തിന്റെ മൂലം ബോധ്യപ്പെടുത്താൻ സ്വാഭാവികമായിട്ടും ചെയ്യുമല്ലോ. ഈ അന്വേഷണം വരെ കാത്തിക്കുന്നതിന് എന്താ പ്രശ്നമുണ്ടോ? അത് ഒരു ഗവൺമെന്റ് തലത്തിൽ ഇത്തരം വിഷയങ്ങൾ എടുക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ടാവും. അപ്പൊ അത്തരമൊരു നിലപാട് ഭാഗമാണ്. കൂടുതൽ എന്തെങ്കിലും വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചാൽ മതി. നമുക്കത് അവസാനം ആര്? ഞാനല്ലേ? ഞാൻ മുന്നേ ADGP-നെ മാറ്റി നിർത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതെ, അത് സ്വാഭാവികമായിട്ടും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ തെറ്റില്ലല്ലോ. അല്ല, മുന്നണിയുടെ ഒരു പൊതു നിലപാടാണ് ഞാൻ പറഞ്ഞത്. വേറെ ആരെങ്കിലും ഒരാൾ അതല്ല, കണ്ടതല്ല പ്രശ്നം, എന്തിനു കണ്ടു എന്നുള്ളതാണ് പ്രശ്നം. സാധാരണ നിലയിൽ കണ്ട എന്നെ ആരെങ്കിലും കാണാൻ വരുന്നുണ്ട്, ഞാൻ കാണുന്നില്ലേ? ഇനി നിങ്ങളെ ആരെങ്കിലും ഒരാൾ കാണാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങളെ ഒരാൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരോടോ പറഞ്ഞു വരും. കാണാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും ഒരു വ്യക്തിനെ? ഇതിൽ എനിക്ക് കൂടുതൽ വിശദീകരണമൊന്നുമില്ല. നിങ്ങൾ സോറി, നിങ്ങൾ ഒരാൾ പറ. പക്ഷേ ADGP-യുടെ ചുമതലയുള്ള MR അങ്ങോട്ട് പോയി കാണുന്നതാണ് RSS മേധാവി. ഈ ജാവദേക്കർ പോയി കണ്ടിട്ടാണ് EP ജയരാജനെ മാറ്റിയത്. നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇല്ല, ഞാനല്ലേ, ഞാൻ പാർട്ടിന്റെ ഭാഗമല്ലേ. നിങ്ങൾ ദയവ് ചെയ്തിട്ടുള്ളത് സത്യമായിട്ട് കാണാം. അതാണ് നിങ്ങൾക്ക് അങ്ങനെ പലതിൽ കാണാൻ കഴിയില്ല, അത് വേറെ പ്രശ്നം. അതങ്ങനെ ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് EP ജയരാജൻ ഈ ജാവദേക്കറെ കണ്ട വിഷയത്തിൽ കൺവീനർ സ്ഥാനം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയത് തികച്ചും സംഘടനാപരമായ ഒരു തീരുമാനമാണ്. നാളെ എന്നെ മാറ്റിയെന്ന് വരും. ഞങ്ങളെല്ലാം CPM-ന്റെ പ്രവർത്തകന്മാരെന്നുള്ള നിലയിൽ ഞങ്ങൾ ഓരോരുത്തരും എന്ത് ജോലി ചെയ്യണം എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുക. അങ്ങനെ പാർട്ടി സംഘടനാപരമായ ഭാഗമായിട്ടാണ് ഈ മാറ്റം. അതിന് ആ പ്രശ്നത്തെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കും. അല്ല, അത് യോജിപ്പുണ്ടോ എന്നുള്ളത്. അതിൽ അങ്ങനെ എല്ലാ അഭിപ്രായങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഷംസീർ കണ്ടത്, ഷംസീർ സ്പീക്കറാണ്. സ്പീക്കർ എന്നതൊരു സ്വതന്ത്ര പദവിയാണ്. അതിന് സംശയമുണ്ടോ? ഒരു ഭരണഘടനാ പദവിയാണത്. അദ്ദേഹം എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ള അദ്ദേഹം തന്നെയാണ് ആലോചിച്ച് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ കുറിച്ച് ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല. അദ്ദേഹം അഭിപ്രായം പറഞ്ഞ അഭിപ്രായത്തെ കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല. അദ്ദേഹം സ്വാതന്ത്ര്യ അവകാശമുണ്ട്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാനിപ്പോ എല്ലാ അഭിപ്രായങ്ങളോടും ഞാനിപ്പോ പ്രതികരിക്കണമെന്നുണ്ടോ? സ്വതന്ത്രമാണെങ്കിൽ അതൊക്കെ വേറെ പ്രശ്നം. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്തായാലും മറുപടി പറയുക. അങ്ങനെയല്ലേന്ന്. ഗവർണർ സ്വതന്ത്ര പദവിയല്ലേ? ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് സ്വതന്ത്ര പദവിയില്ലേ? അവർ ചിലപ്പോൾ അവരുടെ ചില രാഷ്ട്രീയ സംവിധാനത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ പങ്കെടുക്കുന്നില്ലേ? എല്ലാ ഗവർണർമാരുടെയും വീട്ടിലിപ്പം രാവിലെ എന്താ നടക്കുന്നത് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇവർക്കൊന്നും പരസ്യമായ രാഷ്ട്രീയ പ്രവർത്തനം അനുവദനീയമല്ല ഈ സ്വതന്ത്ര പദവിയിൽ നിൽക്കുന്നത്. അത്രയും പറയുന്നു.